അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, നമ്മുടെ സൃഷ്ടാവിൻ്റെ 99 നാമങ്ങൾ. അതിൽ എല്ലാം ഓരോ ഇസ്മും വളരെ വളരെ പ്രധാനപ്പെട്ടതുമാണ്, വലിയ വലിയ മഹത്വമേറിയതുമാണ്. അതിൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പരിഹാരം നൽകുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നേ ആയിട്ട് ഈ ഇസ്മിൻ്റെ കുറച്ച് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ നേട്ടങ്ങളാണ്, ഈ ഇസ്മ ചൊല്ലിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ ഏറ്റവും വേഗത്തിൽ നിറവേറി കിട്ടും. നമ്മൾ ഒരു നിശ്ചിത എണ്ണം ചൊല്ലുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെ രോഗങ്ങൾ ഒക്കെ സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ 111 വട്ടം ചൊല്ലുക. മൂന്നാമത്തതാണ്, നട്ടുച്ച സമയത്ത് ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുകയാണ് എങ്കിൽ അവരുടെ ഹൃദയം പ്രകാശിക്കും, ഹൃദയം നല്ലതാകും, മറ്റുള്ളവരോട് ഒരു അസൂയ കുശുമ്പോ ഒന്നും തോന്നുകയുമില്ല. ഇനി നാലാമത്തതാണ്, ഇത്ര വലിയ കഠിനമായ ദുഃഖവും സന്തോഷമാകും ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് കൊണ്ട്. അഞ്ചാമത്തതാണ്, കുടുംബത്തിൽ ഐക്യമുണ്ടാകും, കുടുംബക്കാർ തമ്മിൽ പരസ്പരം ഐക്യം കൂടും. ആറാമത്തതാണ്, ജനങ്ങൾക്കിടയിൽ ഇഷ്ടം, സ്വീകാര്യത ഇവയെല്ലാം വർദ്ധിക്കുന്നതാണ് ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് കൊണ്ട്. ഈ ഇസ്മ ചൊല്ലുന്ന കുട്ടികൾക്ക് പഠനത്തിൽ അവർ എല്ലാവരെക്കാട്ടിലും മുന്നേറി നിൽക്കും. ഇനി എട്ടാമത്തെ കാര്യമാണ്, ഇത് ഓതുന്ന ഒരു വ്യക്തിയുടെ സമ്പത്തിന്റെ ഖജനാവ് തുറന്നു അല്ലാഹു സുബ്ഹാനഹു തആല തുറന്നു കൊടുക്കും. അവന്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം സാധിച്ചു കൊടുക്കും. ഒരുവൻ സുബഹി നമസ്കാരത്തിന് ശേഷം 121 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുകയാണ് എങ്കിൽ അവന്റെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പോലും അറിയാതെ വീട്ടിത്തരും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കടങ്ങളെല്ലാം വീടും. നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തുകൾക്കൊക്കെ ബർക്കത്ത് ലഭിക്കും. നമ്മുടെ വീടിന് ഐശ്വര്യവും സമാധാനവും ലഭിക്കും. ആരുടെ മുന്നിലും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടേണ്ടി വരികയില്ല. അത് മാത്രമല്ല, ഇത് പതിവാക്കുന്നവന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവലും എപ്പോഴും അവനിലേക്ക് തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ വേണ്ടിയിട്ട് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഒരു ഇസ്മ. ഇപ്പോൾ ഒത്തിരി ഒന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ദിവസം വേറെ 9 വട്ടം എങ്കിലും ചെല്ലിയാൽ മാത്രം മതി. എങ്കിലും നമ്മുടെ ഈ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് ഇത് എല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇസ്മ ഏതാണെന്ന് വെച്ചാൽ യാ മാലിക്കു യാ അല്ല, യാ മാലിക്കു യാ അല്ല എന്നാണ് ആ ഇസ്മ വരുന്നത്. നമുക്ക് എന്ത് വിഷമം വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ആദ്യം വിളിക്കേണ്ടത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല, ഈ ലോകത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അല്ലാഹു സുബ്ഹാനഹു തആലയെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ അല്ലാഹു നമുക്കുള്ള അതിനുള്ളിൽ ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഒരു മറുപടി വളരെ പെട്ടെന്ന് തന്നെ തന്നിരിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എല്ലാവരും എല്ലാ നമസ്കാര ശേഷവും ഒരു 9 പ്രാവശ്യമെങ്കിലും യാ മാലികു യാ അല്ല എന്ന ഇസ്മ പാരായണം ചെയ്യും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.